ഇതിനെ നമുക്ക് മയക്കണം കേസ് മയക്കണം ഉറക്കല്ല മയക്കുക അപ്പൊ നമ്മുടെ ചട്ടി മയക്കാൻ പോവാണ് കേട്ടോ. അട ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് പൊടുണ്ണിയെല്ലാം എടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ചിലരെ മയക്കിയ കഥ പറയാൻ വേണ്ടി മാത്രം വന്നൊരു വ്ലോഗല്ല അത്. നമ്മള് പാതിരക്കുന്നത്ത് പോയി പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് ഓർത്തു. അപ്പൊ അതേപോലെ തന്നെ ഞാൻ രശ്മിയാണേ. അത് നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് അറിയാൻ വേണ്ടിയല്ല, പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ നമ്മളെ വ്ലോഗ് കാണുന്നുണ്ട് ഓരറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ പാതിരക്കുന്നത്തേക്ക് പോയത് എൻ്റെ അച്ഛയുടെ അമ്മയുടെ കൂടെയാണ്. ഞാനിവിടെ അടുത്ത് ചെറുപ്പശ്ശേരി കിടക്കണു. എൻ്റെ അച്ഛയമ്മയും പെരിന്തൽമണ്ണ എന്നാണ് വരുന്നത്. നമ്മൾ ഇത്രയും അടുത്തുനിന്ന് ഇവിടെ ഒന്ന് വന്ന് തൊഴാനായിട്ട് നമുക്ക് നേരവും കാലം കിട്ടിയിട്ടില്ല. എല്ലാ കൊല്ലവും പ്ലാൻ ചെയ്യുന്നല്ലാണ്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവും. എല്ലാ വർഷവും കറക്റ്റായിട്ട് ഞാൻ വരാറില്ല. പക്ഷെ ഇനി മുതലെങ്കിലും അങ്ങനെ വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അച്ഛയും അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കെട്ടി പുറപ്പെട്ട് പോകുന്നതാണ്. ഇവിടെ ഉണ്ടല്ലോ കാണാനായിട്ട് എന്തോ ഒരു ഭംഗിയാണ് അറിയോ. സിനിമയിലൊക്കെ ഉണ്ടാവില്ലേ വലിയ വലിയ കാടും കാവും ഒക്കെ, അത് കണക്കായിരിക്കണം കേട്ടോ. വലിയ വലിയ മരങ്ങളും അതിനെ ചുറ്റിപ്പറ്റി വള്ളികളും അങ്ങനെ. ഇത് കാവാണ് എന്ന് പറഞ്ഞറിയിക്കണ്ടെന്ന് പറയാം. ഇവിടം ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യ കഥകളൊക്കെ ഉണ്ട്. ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ലേലും പറഞ്ഞു കേട്ടിരിക്കണ എങ്ങനെയാ വെച്ചാൽ, ഇവിടുത്തെ മനയിലെ അമ്മ പ്രസവിക്കുന്ന സമയത്ത് കുട്ടിയുടെ കൂടെ ഒരു നാഗം കൂടെ ഉണ്ടായിരുന്നത്ര. അപ്പൊ ഈ ഉണ്ണി വളരുമ്പോൾ ഉണ്ണിക്ക് നാഗത്തെ കാണുമ്പോൾ ഇത്തിരി ഒരു ഭയം. ആ കാരണം കൊണ്ട് നാഗദൈവമായി പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് പറയണത് കേട്ടാ. എനിക്കിതിനെ പറ്റി ഒരുപാട് അങ്ങ് അറിയില്ല. അവിടെ ആരെയും കണ്ടില്ല ഞാൻ കൃത്യമായിട്ട് ചോദിക്കാനൊന്നും. പിന്നെ തിരക്കുള്ളതല്ലേ, നമുക്ക് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഇത്തിരി നേരത്തെ വന്ന് കുറച്ചധികം സമയോടെ ചിലവഴിച്ച് അന്വേഷിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അതൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇവിടുത്തെ കഥകൾ അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യട്ടാ. അപ്പം നമ്മൾ തൊഴുതു. അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് നിവേദ്യം ഉണ്ടായിരുന്നു. മോരൊഴിച്ച കറിയും അച്ചാറും പിന്നെ ആ ചോറും എന്തൊരു സ്വാദാണെന്നറിയോ. അതിന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കേട്ടോ തിരക്കുണ്ടാവുക. നമുക്കിവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത അത്രയും തിരക്ക് എപ്പോഴും ഉള്ള ഒരു സ്ഥലമാണിത്. എന്ന് വെച്ചാൽ ഈ വൃശ്ചികമാസത്തിൽ കുറച്ചധികം കൂട്ടമാണ്. ഇവിടെ ഉണ്ടല്ലോ ഈ തേങ്ങയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയും ചില്ലറ പൈസകളൊക്കെ നിറയെ ഉണ്ടാവും ഇത്രേ. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ അതൊക്കെ എടുക്കുത്രേ, പെറുക്കും ഇത്രേ. പക്ഷേ നമ്മുടെ മുന്നിൽ നാഗം വന്ന് നമ്മൾ അവിടെ നിന്ന് എടുത്ത സാധനം അവിടെ ഇടാതെ നാഗം നമ്മൾ ചുറ്റി നമ്മുടെ അടുത്തുനിന്ന് പോവില്ല എന്നൊക്കെയാണ് പറയണത്. കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മേലൊക്കെ കോരി തരച്ചിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ വേറെ കുറേ കഥകളുണ്ട്, അതൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ തൊഴുത് അയ്യപ്പൻകാവിൽ വന്നിട്ടുണ്ട്. അവിടെ തൊഴൽ കഴിഞ്ഞ് അടവഴിപാടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി സൂര്യമാദ്യം ഉള്ളിലാണ് കേട്ടോ. ആ നേരെ കൊണ്ട് എൻ്റെ അച്ഛനെ കൊല ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 2 പേരക്കുട്ടികളും കൂടിയിട്ട്. എൻ്റെ അച്ഛയമ്മയും വീട്ടിൽ ഒരുപാട് നേരം നിന്നില്ല, ഞങ്ങൾ അവിടെ ആക്കിയിട്ട് അപ്പം തന്നെ ഒരു പോയിട്ടാ. പിന്നെ ഞാൻ പിറ്റേ ദിവസം മുതൽ എടുത്ത വീഡിയോ ആണ് ഇത്. എക്സാം പ്രമാണിച്ചിട്ടുള്ള പഠിത്താണ് അതിയുടെ. ആരുടെ പഠിത്ത ചെരുപ്പ് കടിച്ച് ഇയാളുടെ ചെരുപ്പ് കടിച്ച് ഒരു പേടിയില്ല, പേടിയൊന്നും ഓർക്കില്ല. ഏട്ടൻ മണ്ഡപത്തിക്ക് തൊഴുകാൻ പോകുന്നതാണ്, വിളക്കിക്കാൻ പോകണയാണ് ഇപ്പൊ നിങ്ങള് കണ്ടതിട്ടാ. നമ്മുടെ തറവാടിന്റെ അവിടെ ഒരു പട്ടി പറ്റിട്ടേ 5-6 കുട്ടികളുണ്ട്. ഈ പറഞ്ഞും കൂട്ട് ഓർക്കുമ്പോഴേ ഒരു പേടിയില്ല. മനുഷ്യന്മാരുടെ കൂടെ ഇങ്ങനെ നടക്കല്ലേ, ആട്ടിയാലും പോണില്ല. പക്ഷെ ആകെ മെനക്കാടാട്ടോ. ചെരുപ്പും ചവിട്ടിയും എല്ലാം കടിച്ചോണ്ട് നമുക്ക് അതിരൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വന്ന പുതിയ അംഗങ്ങളാണ്. കണ്ടിട്ടുണ്ടാവില്ലേ മുന്നേ കരിങ്കോഴി കുട്ടികളാന്നും പറഞ്ഞിട്ട് എന്നെ കെട്ടുവനെ ആരോ പറ്റിച്ചാണ്. അപ്പളേ ഏട്ടൻ പറഞ്ഞു ഉടായിപ്പായിരിക്കുന്നു. സംഭവം സത്യമായിരുന്നു. ഇപ്പൊ വെള്ളത്തൂവലൊക്കെ പുറത്ത് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയോ, നമ്മൾ ഈ 2-3 മാസം ഇത്തിരി ഒരു തണുപ്പും കുളിരും ഒക്കെ അല്ലേ, അതിനെ പ്രതിരോധിക്കാനുള്ള വഴിയാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ചൂടുവെള്ളത്തിലാണ് കുളിക്കുക. അതുപോലെ ഉണ്ടല്ലോ ഇത്തിരി തണുപ്പ് മഴയ്ക്കുള്ള സമയത്ത് ഈ മാവ് അങ്ങോട്ട് പുളിച്ചു പൊന്താൻ ഇത്തിരി പാടാണല്ലേ. ഞാൻ അതിനൊരു അടിപൊളി ടിപ്പ് പറയേ. അത് ഇനിയിപ്പോ നട്ടപ്പാരക്ക് അരച്ച് വെച്ചാലും രാവിലത്തേക്ക് പൊന്തിക്കോളും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, തെർമ കുക്കർ എടുക്കുക, അതിലോട്ട് മാവ് വെക്കുക, അങ്ങോട്ട് അമ്പടച്ച് വെക്കുക. പിറ്റേ ദിവസം ഇതുപോലെ ഇങ്ങനെ പൊന്തി ചിലപ്പോൾ തെർമ കുക്കറിലും കൂടെ പോയിട്ടുണ്ടാവും. അപ്പൊ സാധാരണ നമ്മൾ അമ്മമാർ പറഞ്ഞു തരുന്ന ടിപ്സ് അല്ലേ നമ്മൾ എടുക്കുക. പക്ഷെ ഈ ഒരു ടിപ്പ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തേട്ടോ. അമ്മ എപ്പോഴും പറയും, എടി അങ്ങനെ പറഞ്ഞു തരാൻ കാരണം കൊണ്ട് എൻ്റെ മാവ് ഇപ്പം നല്ലോണം പൊന്തുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അറുമാന്താണ്. ഇപ്പം ഇഷ്ടം പോലെ വറകുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ചൂടുവെള്ളം ഉണ്ടാക്കാനൊന്നും ഒരു പേടിയില്ല. ഒരു ചെമ്പ് തിളപ്പിച്ച് കെട്ടിയവും കുളിച്ചു. 2ാമത്തെ ചെമ്പ് തിളപ്പിച്ചത് കൊണ്ട് ഇപ്പോൾ ഇത് ആദ്യം പോയി. 3ാമത്തെ ചെമ്പ് എൻ്റെ ഉണ്ണി തിളപ്പിക്കുകയാണ്. ഇതൊക്കെ വെറും കാട്ടിക്കൂട്ടലും പ്രഹസനമാണ്. ഞാനാണ് അവർക്കുള്ള ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കല്. ആദ്യം എടുക്കും കേട്ടോ, ആദ്യം വയ്ക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യേ. അപ്പോൾ ഇവ ഉണ്ടല്ലോ ആ വീഡിയോയിൽ ഇനിയിപ്പോൾ ആ ചെക്കൻ മാത്രമേ പണിയെടുക്കുമെന്ന് പറയൂ, ഇങ്ങോട്ട് മാറിക്കാൻ ഞാൻ ഉണ്ടാക്കിക്കോളാം, നിങ്ങൾ വീഡിയോ എടുക്കുമെന്നും പറഞ്ഞ് അവന് കുളിക്കാനുള്ള വെള്ളം അവൻ തന്നെ വെച്ചിരിക്കുക.
മൂപ്പിലാൻ കലണ്ടറിൽ നോക്കുന്നത് വേറെ ഒന്നുമല്ല, എന്നാണ് സ്കൂൾ പൂട്ടുക നോക്കുക. ഒരു 10 ദിവസത്തെ ലീവ് കിടക്കല്ലേ മുന്നിൽ, അത് കഴിഞ്ഞ് തുറക്കുന്ന കാര്യം ആലോചിക്കാൻ കൂടി വയ്യ അമ്മേ. എന്നാ ഇപ്പോൾ 2 മാസം സ്കൂൾ പൂട്ടുന്നേന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു കള്ളമടിയന്മാർ എവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഒന്നിനൊന്നും മെച്ചാണ്, ഒന്നിനെടുക്കുകയേ ചെയ്യണ്ട. ഞാൻ പാതിരിക്കുന്ന് മേടിച്ചൊരു സാധനം കാണിക്കേ നിങ്ങൾക്ക്. ഞങ്ങളെ പാതിരിക്കുന്നത്തേക്ക് പോയ അന്ന് മേടിച്ച 2 ചട്ടികളാണ് കേട്ടോ. ഇത് ഓൾറെഡി മയക്കി വെച്ച ചട്ടിയാണേ. കഴുകിയിട്ട് നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാം. എന്നുവെച്ചാൽ അത് ഓൾറെഡി മയക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇതിനെ നമുക്ക് മയക്കണം, മയക്കണം. ഉറക്കല്ല, മയക്കുക. അപ്പൊ അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മയക്കണത് കാട്ടാം. നമുക്ക് ടിഫൻ ദോശയാണ് കേട്ടോ. മാവ് കണ്ടപ്പോൾ പറയണം ഒന്ന് മസാല ദോശ ആക്കുന്നത്. നമ്മളിപ്പോൾ അടുത്തുണ്ടാക്കിയില്ലേ, അപ്പോൾ അത് കഴിച്ച് കൊതി തീർന്നില്ലേ, ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നില്ലേ. അപ്പം ഞാൻ പിന്നെ ഒരിക്കൽ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അങ്ങോട്ട് തടി തപ്പി അതിക്ക് പൊട്ടുകടലേക്ക് ഇട്ട ചട്നി ആക്കി കൊടുത്തു ദോശയ്ക്ക് കൂട്ടാനായിട്ട്. അച്ചൂട്ടന് പഞ്ചസാര മതി, പക്ഷെ അതങ്ങനെ പഞ്ചസാര ഇപ്പം അത്ര നല്ലതല്ലല്ലോ. പിന്നെ അവൻ ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ കൂട്ടുക ഉള്ളിച്ചട്നിയില്ലേ, ഉള്ളിയും തക്കാളിയും കൂടെ നമ്മളൊരു ചട്നിയല്ല ചമ്മന്തി ആക്കൂലേ, അതാണ്. അപ്പോൾ ഒരു വെല്ലുള്ളി അരപ്പൊട്ട് തക്കാളി ഇട്ടിട്ട് ഓന് ഇത്തിരി ഒരു ചമ്മന്തി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓനത് കൂട്ടി കഴിച്ചോളൂ. പഞ്ചസാര ഇങ്ങനെ തിന്നണപ്പോൾ അത്ര നല്ലതെന്നല്ലല്ലോ. അപ്പോൾ അതെല്ലാം ആക്കി ഏട്ടൻ അപ്പോഴത്തേക്കും മണ്ഡപത്തിലൊക്കെ പോയിട്ട് വന്നു. വെറും ഒരു കാലിച്ചായേ കുടിച്ചുള്ളൂ. ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് മതി ടിഫൻ എന്ന് പറഞ്ഞു. ദോശ നമുക്ക് അപ്പയ്ക്കപ്പ ചുട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഓര് പോയിട്ടാ. അപ്പം നമ്മളെ ചട്ടീനെ മയക്കുകയാണ്. എന്താ വെച്ചാൽ ഇത് ഓൾറെഡി മയക്കി വെച്ച ചട്ടിയാണ്. അപ്പം എന്നാലും ചോറ് എൻ്റെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടേ ഒന്നങ്ങോട്ട് ചൂടാക്കി എടുക്കാമെന്ന് ഓർത്തു. ഇനിയിപ്പോൾ നമുക്കായിട്ടൊന്നും മയക്കാണ്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. അപ്പം അതങ്ങനെ അടുപ്പത്താക്കിയിട്ടുണ്ട്. നുണക്കിൽ കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വെറുതെ പുളിയും തക്കാളിയും പച്ചമുളകൊക്കെ കീറിയിട്ട് മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് അതിലോട്ട് മാന്തലിട്ട് വേവിക്കൂലേ, അങ്ങനെ ആക്കുകയാണെ. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുള്ള കറിയാണ്. 1-2 ദിവസത്തിനൊക്കെ നമുക്ക് ആക്കി വയ്ക്കാം. ഇന്നലെ രാത്രി കൊണ്ടുവന്ന ഉണക്കൽ മീനാണ്. ഇന്നലെ പകുതി എടുത്ത് വറുത്തു, ബാക്കി ഇങ്ങനെ പെഞ്ച് വെച്ചാണ് വറുക്കാനായിട്ട്. അത് നിർത്തിട്ടപ്പോൾ കറി വെക്കണം. ഈ വരണ്ടേ, ഈ പോയി പഠിച്ചോ, ഞാൻ എടുത്തിട്ട് വരാം. അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മള് പൊടുണ്ണിയെല്ലാം എടുക്കാൻ പോവാണ് കേട്ടോ. പൊടുണ്ണിയല്ല, വാഴയിലൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പൊടുണ്ണിന്റെ ഇലയില് അടണ്ടാക്കാൻ കൂടി. അപ്പൊ ഞാൻ പൊടുണ്ണിയല്ല കാണിക്കേ. കണ്ടോ ചെരുപ്പിട്ടുണ്ട്. ഈ മരത്തിനും ഈ ഇലയ്ക്കും ഒക്കെ നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കിയേക്കണേ. ഞങ്ങളുടെ പെരിന്തൽമണ്ണ, മലപ്പുറം ആ ഭാഗത്തൊക്കെ ഇതിനെ പൊടിയണ്ണി എന്നാണ് പറയുക കേട്ടോ. പൊടിയണ്ണിയിലയും പൊടിയണ്ണിമാരും ഒക്കെയാണ് ഇത്. നമ്മുടെ ചെറുപ്പശ്ശേരിക്കാർക്ക് ഇത് പൊടിയണ്ണിമാരാന്നൊക്കെ അറിയാം. പക്ഷേ ഈ ഇലയിൽ അവർ അടയാക്കൂല. വാഴയുടെ ഇലയിലും പ്ലാഷ് ഇലയല്ലേ അതിലും മാത്രമാണ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മലപ്പുറം ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. ഇതന്നെയല്ലേ പൊടുണ്ണിയുടെ എല്ലാന്ന് ഞാൻ എടുത്തിയമ്പടുത്ത് വെച്ചപ്പോൾ എൻ്റെ 2 എടുത്തുമ്പോഴും പറയുന്നുണ്ട് പൊടുണ്ണിയിലൊക്കെ തന്നെയാണ്, പക്ഷെ ഇതിൽ അടയാക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയൂല, അത് ഇന്ന് ഉറപ്പിച്ചിട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. കാരണം ഓർക്ക് പേടി ഞാൻ വല്ല മണ്ടത്തരമാണോ ചെയ്യണേന്ന് ഓർത്തിട്ടേ. സംഭവം ഇത് പൊടുണ്ണിയാണെങ്കിൽ ഇതിൽ അടയാക്കും എന്നുള്ളതിന് ഞാൻ 100% ഗ്യാരണ്ടിയാണ്. അച്ഛന് സിദ്ധുവോന്ന് വിളിക്കണ്ട അത്ര സാധനം ചേച്ചിക്ക് ഇഷ്ടം. സ്പൈസ് വ്ലോഗിലെ നല്ല രസമുള്ള പേരാന്ന് പറഞ്ഞു. ടാങ്കു അല്ലേ. ഇതാണോ ഈ ഉണ്ണി? ഞങ്ങളുടെയൊക്കെ ചെറുതിലെ അമ്മ അറിയേ വേഗം പോയി പൊടിയെണ്ണയെല്ലാം പൊട്ടിച്ചെന്നോളൂ പാടം ഉണ്ടാക്കി തരാം. അത് കെട്ടിയും പാടി ഞാനും സൂര്യഭാവയും കൂടെ തൊടിക്ക് ഓട്ടായിരിക്കും. നമ്മുടെ തൊടിയിലുള്ള പൊടിയണ്ണിമരം ഒന്നല്ല കേട്ടോ, നമ്മുടെ അയൽപക്കത്തുള്ള ഒരു വളപ്പിക്കാണ് നമ്മളിത് പൊട്ടിക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എവിടെ എന്തുണ്ടാലും എടുക്കും. ഞാൻ പോയിട്ടോ. അപ്പൊ നമുക്ക് വേണ്ടത്ര പൊടിയണ്ണിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലാടാ പരത്താം. മതി കുറച്ചുകൂടെ ലൈറ്റ് നല്ല മുഴുവൻ കറിയോ ദൈവേ. തട്ട്
പുറത്തുനിന്ന് കഴുകിയെടുക്കാൻ ഇത് പിടിച്ചാൽ അത് വലിയമ്മോട് തന്നെ അല്ലേ പൊടിയണില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ നല്ലോണം വൃത്തിക്കും മെനക്കും കഴുകിയെടുക്കണ്ടേ. അപ്പോൾ ഉള്ളിൽ സിങ്കിലേ ഒരു കുണ്ടമ്പറ പാത്രം കഴുകാണ്ട് ആ കാണാൻ കൊണ്ട് ഞാൻ പുറത്തുനിന്ന് തന്നെ അത് ചെമ്പിൽ വെള്ളമാക്കി കഴുകിയെടുത്താണ്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഈ ഒരു പുറത്താണ് നമ്മുടെ തറവാടില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഏർത്തിയമ്മ എന്തൊക്കെയാ വർത്താനൊക്കെ ചോദിക്കായിരുന്നു എൻ്റെ അടുത്ത്. വീടിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു ഏർത്തിയമ്മ, ഇപ്പുറത്തെ സൈഡിലൊരു ഏർത്തിയമ്മ. അവിടേക്ക് രണ്ട് പുറത്ത് നിന്നാലും ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പുളിയൊക്കെ നല്ലോണം തളിച്ച് കുറുകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണക്കിൽ ഇന്നലെ പെനച്ച് വെച്ചാണേ വറക്കാനായിട്ട്. അപ്പം നമുക്കതൊന്ന് ഇത്രേ മതി, കറിക്ക് ഇത്രേ ഇടുന്നുള്ളൂ. ഇത് നമുക്കിവിടെ വറുത്തെടുക്കാം അടത്തിന്. ഇതിൽ കടന്നിട്ട് മാന്ത്രൊന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞാൽ ഇതാ തേങ്ങയും ജീരകം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് പറന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി വറുത്തിട്ടാൽ കറി സെറ്റ്. മാന്തളൊക്കെ വെന്തു കേട്ടോ. അപ്പം നമ്മൾ അരച്ച തേങ്ങ അരപ്പില്ലേ അത് പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയണ കറി തന്നെയാണ്. എന്നാലും നമ്മൾ ഉണ്ടാക്കണ മാതിരി ഒന്ന് പറയാം കേട്ടോ. ഉണക്കൽ കറിയിൽ ഇവിടെ ചെറുപ്പശ്ശേരിയൊക്കെ തക്കാളി ഇടും. പക്ഷെ നമ്മളെ പതാക്കര എൻ്റെ വീട്ടിലൊന്നും തക്കാളി ഇടില്ല. വെറുതെ പുളിയിലും മുളകും മഞ്ഞളും പച്ചമുളകും കീറിയിട്ട് അത് തിളയ്ക്കുമ്പോൾ അതിൽ ഉണക്കലിടുക. ഉണക്കൽ വെന്ത് കഴിഞ്ഞാൽ തേങ്ങ അരപ്പ് പാരുക, എന്നിട്ട് ഉള്ളി വറുത്തിടുക. അങ്ങനെയാണ് കറിയൊക്കെ. ഉള്ളി വറുത്തിടണം തന്നെ ഇല്ല, അവിടെയൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇടുകയുള്ളൂ. ഇവിടെ പിന്നെ ഇങ്ങനെ ആക്കും. എങ്ങനെ ആക്കിയാലും ഉണക്കൽ കറി ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഈ കറിയുടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ചട്ടിയില്ലേ, എന്താ പറയുക, ആ മണ്ണ് കളറ് ഉള്ള ചട്ടി, അത് നമുക്കൊന്ന് മയക്കിയെടുക്കണം. ഇത് നമ്മൾ ഓൾറെഡി മയക്കിയ ചട്ടിയാണ്. ഇത് പിന്നെ ചട്ടി ഉണ്ടാക്കണ പോലെ തന്നെ മയക്കുകയാണ്. അപ്പോൾ ആ ചട്ടീനെ മയക്കാൻ പോണത് ഈ രശ്മി രമേശാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടീനെ മയക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പല രീതിയിലും ഒക്കെ ചട്ടീനെ മയക്കാം. കൂട്ടാനിക്ക് ഞാൻ ഒരു മണത്തിനെ മാന്തലിട്ടുള്ളൂ, ബാക്കി ഒരൊറ്റ വറവാക്കി എടുത്തതാണ് ചോറിന് കൂട്ടാനായിട്ട്. ഇന്നിപ്പോൾ വേറെ ഉപ്പേരിയും ഒന്നുമില്ല, ഇതന്നെ ഉള്ളൂ. അപ്പം നമ്മൾ അട ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് മാവ് കൊണ്ടാണ്, ഗോതമ്പടയാണ്. ഗോതമ്പും കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര നമുക്കൊന്ന് ചീകിയെടുക്കണം. പിന്നെ പൊടുണ്ണിയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ല അല്ലേ. അപ്പോൾ അതിലോട്ട് നമുക്ക് സാധാ അട പരത്തുന്ന മാതിരി തന്നെ അടയൊക്കെ പരത്തിയെടുക്കാം. ഇവിടെ ഉണ്ടല്ലോ തേങ്ങയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വീട് മാറിയപ്പോഴും ഇതിൽ 3 തെങ്ങുണ്ടായിരുന്നു. ഈ തൊടിയിൽ വെറുതീർന്ന തേങ്ങ ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു തെങ്ങിൻ്റെ തല അങ്ങോട്ട് പോയി. അതും 3 നല്ലോണം കായ്ക്കുന്ന തെങ്ങിനെയാണ് പോയത്. അപ്പോൾ പിന്നെ ബാക്കി പറയേണ്ടതുണ്ടോ. അന്ന് തുടങ്ങി എൻ്റെ തേങ്ങ ദാരിദ്ര്യം എന്ന് പറയുക. ഉണക്കൽ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടയാക്കണോ ചട്ടി മയക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അച്ഛിപ്പോൾ പരീക്ഷയ്ക്ക് പോവും. ആദ്യം ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വരും. രാവിലെ തന്നെ എക്സാമിന് പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഞാൻ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അടയാക്കണേ. ഞാൻ പറഞ്ഞു ഉച്ചരിയുമ്പോഴത്തേക്കും ആക്കാം, എന്നാൽ 4 മണിക്ക് ചായക്ക് എടുക്കാമല്ലോ. അപ്പോൾ മുമ്പൊക്കെ പറ്റൂല. ഈ പരത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുളി കഴിഞ്ഞേ ഉള്ളൂ, അതുകൊണ്ടാണ് അടുക്കളയിൽ മുടിയൊക്കെ പരത്തിയിട്ടുണ്ട്. ഉണങ്ങിയിട്ടില്ലെങ്കിലേ പോലെ ഉണ്ടല്ലോ. ഞാനിപ്പോൾ കൂട്ടാൻ വറുത്തിട്ടൊക്കെ കുറച്ച് എണ്ണയിലാണ് കേട്ടോ, എണ്ണയൊന്നും അധികം എടുത്തിട്ടില്ല. എന്നുവെച്ചാൽ നമ്മൾ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തില്ലേ ഒരു ലോങ് വീഡിയോ, അതിൽ നമ്മൾ സോസേജ് വറുക്കുന്നതായിട്ട് കാണിച്ചില്ലായിരുന്നോ. കുറേ അധികം എണ്ണയിലാണ് നമ്മൾ ആ സോസേജ് വറുത്തത്. ഇപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, സോസേജ് വറുക്കാൻ ഞാൻ കുറച്ചധികം എണ്ണ എടുത്തത് എന്താ അറിയോ, നമ്മൾ 2-3 ദിവസം മുന്നേ ഭൂരി ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ഒത്തിരി ഓയിലാണല്ലോ ഭൂരി വറുത്തെടുത്തത്. ആ ഒരു ഓയിലിൽ ഞാൻ എന്ത് ചെയ്തു, അന്നല്ല അതിൻ്റെ പിറ്റേ ദിവസം ചിക്കൻ മേടിച്ചപ്പോൾ ചിക്കൻ വറുത്തു. അപ്പോൾ ആ ഒരു എണ്ണ ബാക്കി അങ്ങനെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോസേജ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതെടുത്ത് അങ്ങനെ വറുത്തെടുത്തു എന്നേ ഉള്ളൂ. അത് ഓൾറെഡി നമ്മൾ യൂസ് ആക്കിയ എണ്ണയാണ്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് അതും കൂടെ അരിച്ച് ഇത്രയും മാറ്റി വെച്ചാൽ കുറച്ച് മീനൊക്കെ വറുക്കാനും എടുക്കാന്ന് കരുതി. ഞാൻ അങ്ങനെ ഉപയോഗിച്ച എണ്ണ ഉപയോഗിക്കലുണ്ട്, നമ്മൾ വീട്ടിലത്തെ അല്ലേ എന്നോർത്തിട്ട്. അപ്പം അങ്ങനെ വറുത്തെടുത്തതാണ്. അല്ലാണ്ട് ഒരു സോസേജ് വറുക്കാനും ചിക്കൻ വറുക്കാനും മാത്രമായിട്ട് ഞാൻ ഇത്രയും എണ്ണ എടുക്കില്ല. ഭൂരി ഒത്തിരി ഉണ്ടാക്കിയപ്പോൾ കുറച്ചധികം എണ്ണ എടുത്തു, അതുകൊണ്ട് അങ്ങനെ ആക്കിയാണ്. എന്നാലും എണ്ണ ജാസ്തി തന്നെയാണ്, അത്ര എണ്ണ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല.
അപ്പോൾ നമ്മൾ എണ്ണയുടെ ഉപയോഗം തീർച്ചയായും കമ്മിയാക്കുക തന്നെ വേണം. ഇനിയിപ്പോൾ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞാണെങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യമാണ്, എണ്ണ അത്ര ഉപയോഗിക്കുന്നത് നന്നല്ല. അപ്പോൾ പിന്നെ അത് പറയുന്നത് ഓരോരുത്തരുടെ രീതിയല്ലേ, ഒരു പറയുമ്പോൾ ഒരു വേറെ രീതിയിലായിരിക്കും, അത്രയില്ല. അതൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടറിനനുസരിച്ചിരിക്കും. അത് നല്ലതായാലും കെട്ടതായാലും ഞാൻ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിനി എന്തായാലും എണ്ണയുടെ ഉപയോഗമൊന്നും അധികം ആക്കൂല. അത് എന്നെക്കാളും പേടി എനിക്ക് ഏട്ടനും ഉണ്ണികൾക്കും എന്തെങ്കിലും വയ്യായാവോ എന്നുള്ളതാണ്. നമ്മുടെ സ്ഥിരം വ്ലോഗ് കാണുന്നവർക്ക് അറിയാം. മുന്നേ നമ്മൾ അച്ചുട്ടിക്ക് പനിയൊക്കെ പിടിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് ഈ കുട്ടിക്ക് കൊഴുപ്പിന്റെ അളവ് കൂടുതലാണ്, പുറത്തുനിന്നാണോ ഫുഡ് അധികം കഴിക്കണൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ ഞാൻ. അന്ന് മുതൽ തൊട്ടിട്ട് ഞാൻ എണ്ണയൊക്കെ കുറച്ച് കമ്മിയാക്കിയാണ്. ഇത് ഈ പറഞ്ഞുകൊണ്ട് സോസേജ് വരക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പറ്റിപ്പോയാണ് കേട്ടോ. അപ്പം ഇനി മേലെ ഉണ്ടാവില്ല ഞാൻ അത്ര അധികം എണ്ണയിൽ. ഇനി അപ്പം ഞാൻ ചിക്കനൊക്കെ എങ്ങനെ വറക്കാന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതുപോലെ വറുത്ത് കോരുന്നൊക്കെ എങ്ങനെയാന്നേ, നമ്മുടെ ഭൂരി ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഓയിൽ അധികം വേണമല്ലോ. നോക്കാം. പിന്നെ ഇപ്പോൾ ഈശ്വര മെച്ചന്മാരല്ലേ, അസുഖവും വയ്യായും മനുഷ്യൻ്റെ ആയുസ്സും ആരോഗ്യമൊക്കെ അല്ലേ. ഞാൻ മുട്ടിക്ക് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് എന്തേലും ആയാലും എൻ്റെ ഏട്ടനും ഉണ്ണികൾക്കും ഒന്നും ആവരുത് എന്ന്. അങ്ങനെ പിന്നെ ബാക്കിയൊക്കെ ഭഗവാൻ വയ്ക്കുന്ന മാതിരിയല്ലേ, ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് നല്ല ആർക്കും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും പിന്നെ നമ്മളെ ദ്രോഹിക്കുന്നവർക്കാണെങ്കിലും കൂടെ നമ്മളെ ഉപദ്രവിക്കുന്നവർക്കാണെങ്കിലും കൂടെ അറിയാൻ പറ്റുന്ന ഒന്നും സംഭവിക്കരുത്. എനിക്കത് കേൾക്കാനും കാണാനുള്ളൊരു ത്രാണിയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ എണ്ണ കേസ് കേട്ടോ. നമ്മുടെ കറിയൊക്കെ ആയി. ഇനി നമ്മൾക്ക് ചട്ടി പയക്കണം, പിന്നെ അടയാക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ ആക്കട്ടെ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഉണ്ണിക്ക് ചോറ് കൊടുത്തിട്ട് അവനെ പരീക്ഷയ്ക്ക് പറഞ്ഞയക്കട്ടെ. അവനവിടെ ബുക്കും പിടിച്ച് വെറുതെ ഞാനിവിടെ എന്താ പറഞ്ഞേ കണ്ടതെന്ന് നോക്കിയിരിക്കുക കേട്ടോ. ഇന്നലെ പറഞ്ഞാരൊക്കെ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നേ. രാവിലെ എണീറ്റിട്ട് കുറച്ച് ലൈവ് ക്ലാസ് ഒക്കെ കണ്ടു. ഇപ്പൊ എന്താ എന്ത് എഴുതിയതാടാ നോക്കണത്? വാരി കൊടുക്കൊണ്ട് കണ്ടോ, ചോറിനല് കഴിഞ്ഞു. ഓന ഒറ്റയ്ക്കാ കഴിക്കെങ്കിൽ 1 മണിക്കൂർ ഓനാ ചോറും കൊണ്ടിരിക്കും. അപ്പോൾ ഇതല്ലേ എളുപ്പം. ഇപ്പം നമ്മളെ കറിയൊക്കെ ആയി, അടുപ്പത്ത് നല്ല രീതിക്ക് കണലുണ്ടേ. അപ്പം നമുക്ക് ചട്ടി അങ്ങോട്ട് മയക്കാൻ തുടങ്ങുക. എന്നുവെച്ചാൽ നല്ല രീതിക്ക് തീ കത്തിക്കൊണ്ടിരിക്കുമ്പോഴേ ചട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്താ പറയുക അങ്ങോട്ട് വിള്ളും, അതിനൊരു സാധ്യത ഉണ്ട്. അപ്പം നമ്മളേ നമ്മുടെ ചട്ടി മയക്കാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്നാട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നോ, നമ്മൾ അടുപ്പിലത്തെ നല്ലോണം കത്തുന്ന തീയൊക്കെ കെട്ടിട്ടുണ്ട്, കണൽ മാത്രമായിക്കാണ്. അപ്പം നമുക്ക് ചട്ടി അടുപ്പത്താക്കാം. നമ്മളെന്താ വെച്ചാൽ നല്ല കത്തുന്ന സമയത്ത് അടുപ്പത്തേക്ക് വെക്കുമ്പോഴേ ചിലപ്പോൾ ചട്ടിയുടെ അടിഭാഗമൊക്കെ വിള്ളുന്നൊക്കെയാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ചട്ടി വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അങ്ങോട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത് നല്ല രീതിയിൽ കത്തിച്ചെടുക്കാം കേട്ടോ. നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. സാധാരണ ഞാൻ അങ്ങനെ ഇല്ല കേട്ടോ ചട്ടി മയക്കൽ. പണിയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞാൽ അടുപ്പത്ത് ഇതുപോലെ ചട്ടിയിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് അങ്ങനെ വെക്കും. അപ്പോൾ ആ കണലിൽ അത് അവിടെ അങ്ങനെ ഇരിക്കും. അങ്ങനെ 2-3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു ചട്ടിയുടെ കറയും മണവും ഒക്കെ മാറി നല്ലതാവും. അങ്ങനെയാണ് ആക്കൽ. ഇതിപ്പോൾ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടുള്ള പരീക്ഷണമാണ്, ഉണ്ടാവും, നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അടുപ്പിൽ ഇത്തിരി കണൽ മാത്രമേ ഉള്ളൂ, നല്ലോണം കത്തി തുടങ്ങിയിട്ടില്ല. പിന്നെ നമുക്കൊന്ന് കത്തിച്ചൂടാ, അതൊന്ന് ജസ്റ്റ് ചൂടായിക്കോട്ടെ ഓർത്താണ്. ഒന്നിച്ചങ്ങോട്ട് ആളി കത്തുമ്പോൾ എൻ്റെ ചട്ടി ഉണ്ടാലൊക്കെ പേടിയുണ്ട്. വർഗ ഇഷ്ടം പോലെ ഉണ്ട്, നല്ലോണം കത്തണുണ്ട്. എന്നാലും ഇടയിൽ ഊതാതെയും അതുപോലെ പുക ഒട്ടും ആവാതെയും പറ്റില്ലല്ലോ. ഈ പുകയൊക്കെ കൊള്ളുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിക്ക് വൈകുന്നേരം അത്യാവശ്യം നല്ല രീതിക്ക് ശ്വാസം മുട്ടുണ്ട് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വർഗ എത്തിക്കേണ്ട പറയുക, കാരണം കൊണ്ട് ഞാനത് പുറത്ത് കട്ടാണ്ട് പറയാണ്ട് നടക്കുകയാണ്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞാണ് ഈ വിറകിൻ്റെ പുക, വണ്ടിയുടെ പുക, അതുപോലെ പൊടികൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. മാസ്ക് ഒക്കെ ഇട്ട് നടക്കുക എന്നുള്ളത്. അടുപ്പൂട്ടുമ്പോൾ എങ്ങനെയാണ് ഞാൻ മാസ്ക് ഇട്ട് അടുപ്പൂട്ടുക എനിക്കറിയാൻ പാടില്ല. ഏട്ടനെ നല്ല കത്തുന്ന വറവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, പ്ലൈവുഡിൻ്റെയും പിന്നെ കട്ട്ലയുടെയും ജനലിൻ്റെയൊക്കെയാണ് തോന്നുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, വെക്കുമ്പോഴേക്കും അങ്ങോട്ട് കത്തും, നല്ല രീതിയിൽ കത്തിക്കിട്ടും കേട്ടോ. ഈ ചട്ടി ഇത്തിരി വലുതാണേ. നമ്മൾ നേരത്തെ കറി വെച്ചില്ലായിരുന്നു, ആ ചട്ടി ഇതിനേക്കാൾ കുറച്ച് കുഞ്ഞിതാണ് കേട്ടോ. രണ്ടും കൂടെ നമുക്ക് 300 രൂപയ്ക്കാണ് കിട്ടിയത്. ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും അറിയില്ല. ഒരു ഇതിനേക്കാളും കുറച്ചധികം പൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിന് 190, 180 അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അനിയത്തിയാണ് വിലയൊക്കെ ഇത്രയിലും പെശകിയിട്ട് ഇങ്ങനെയും 300-നെ റൗണ്ട് ചെയ്ത് വാങ്ങിച്ച്. ഞാനാണെങ്കിൽ ചിലപ്പോൾ മൊത്തം പൈസയും കൊടുത്ത് ഞാൻ 2 ചട്ടി വാങ്ങി വന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഇവിടെ എന്താ പറയുക, തൃക്കടീരി എന്ന് പറഞ്ഞ സ്ഥലത്ത്, തൃക്കടീരി തന്നെ അല്ലേ, അല്ല, തൃക്കടീരി എത്തുന്നതിൻ്റെ മുന്നേ ആയിട്ടുണ്ട് ഒരു
നിറയെ ചട്ടികളുള്ള ഒരു കട കേട്ടോ. അവിടെ ഇല്ലാത്ത ഒന്നുമില്ല. ഗ്ലാസ് ഉണ്ട്, ഡവറ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പക്ഷെ ഇതുവരെ പോയിട്ടില്ല, വിട്ടു നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. അവിടെ എൻ്റെ കെട്ടിന് തന്നെ എപ്പോഴും കൊണ്ടുപോകാം, വാങ്ങിച്ചു തരാമെന്ന് പറയാറുണ്ട്, അല്ലാണ്ട് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ പിന്നെ പാചകക്കുന്നത്തെ ഞാനിതിങ്ങനെ ചട്ടി വിൽക്കണ ഒരു ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കാണ്ട് പോയി മേടിച്ചാണ്. ചെയ്യാൻ കുറേ ആയില്ലേ പറഞ്ഞു നമുക്ക് ചട്ടി മേടിക്കണം. എനിക്ക് ചട്ടിയിൽ കറി വയ്ക്കുന്നത് നല്ല ഇഷ്ടമാണ്. എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അടുത്ത് പെരുമാറണ ചട്ടി ഉണ്ടാവും, പിന്നെ എടുത്തേക്കാനുള്ള ചട്ടി ഉണ്ടാവും, നോൺ വെജ് മാത്രം വെക്കുന്നത്, അങ്ങനെയൊക്കെ മാറ്റി മാറ്റി അമ്മ ചട്ടി എടുത്തേക്കും കേട്ടോ. എന്തായാലും രണ്ടെണ്ണമായി, ഇത് പൊട്ടാണ്ട് ഇരുന്നാൽ മതിയിരുന്നു. എൻ്റെ അടുത്ത് എന്ത് കിട്ടിയാലും പൊട്ടും. ഞാൻ അത്രയും നന്നായി സൂക്ഷിച്ചൊന്നും സാധനങ്ങൾ ഉപയോഗിക്കില്ല. കുപ്പി ഗ്ലാസ്സുകൾ, അതുപോലത്തെ നമ്മുടെ പൊട്ടുന്ന പ്ലേറ്റുകളൊക്കെ ഉണ്ടാവില്ലോ, അതൊക്കെ എൻ്റെ അടുത്ത് പെട്ടെന്ന് പൊട്ടിപ്പോവും. തീ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് കത്തുണ്ട്. അപ്പം ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ചട്ടി മയക്കണമെന്ന് കാണിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ചട്ടി നമുക്ക് കുറേ രീതിയിൽ മയക്കാൻ പറ്റും. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മയക്കാൻ പറ്റും. പിന്നെ ഉമിയൊക്കെ ഉണ്ടാവില്ലേ, ആ ഉമി ഇട്ടിട്ട് ഇങ്ങനെ അതിങ്ങനെ വറുത്ത് കഴിക്കുക, അങ്ങനെ വറക്കാൻ പറ്റും. വറക്കാനല്ല, അങ്ങനെ നമുക്ക് ചട്ടി മയക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കത്തിച്ച് ഡെയിലി നമ്മൾ കുക്കിംഗ് ആണ് കഴിഞ്ഞാൽ അടുപ്പത്ത് കണലുണ്ടേലൂടെ ഊരി വിട്ട് കുറച്ച് വെള്ളം പറഞ്ഞ് അങ്ങനെ ഇട്ടിട്ട് തിളപ്പിച്ച്, അപ്പോൾ കുറേ ദിവസങ്ങൾ വേണമല്ലോ നമുക്ക് ഈ ചട്ടി ഒന്ന് മയങ്ങി കിട്ടാനായിട്ട്. പക്ഷെ ഈ മെത്തേഡാണെങ്കിൽ നമ്മൾ മയക്കിയ ആ സ്പോട്ടിൽ തന്നെ നമുക്കത് യൂസ് ആക്കാം. ഞാനിത് യൂട്യൂബിൽ നിന്ന് കണ്ടു കേട്ടോ, അല്ലാണ്ട് കിട്ടിയ അറിവൊന്നല്ലേ. എൻ്റെ വീട്ടിലൊക്കെ കഞ്ഞിവെള്ളം ഒഴിച്ച് ഇങ്ങനെ തിളപ്പിച്ചിട്ടാണ് ചട്ടി മയക്കിയെടുക്കുക. അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക. പിന്നെ ഇതുപോലെ പണിയൊരുങ്ങി കഴിഞ്ഞാൽ അടുപ്പത്താട് കയറ്റി വയ്ക്കും. അതങ്ങനെ അടുപ്പത്തിരുന്ന് അത്ത മണ്ണ് ചുവയൊക്കെ മാറി നല്ല രീതിയിൽ മയങ്ങി കിട്ടും. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ തുടങ്ങിയാണ് എനിക്കൊരു ചട്ടി മേടിച്ച് മയക്കാനുള്ള കൊതി. കാരണം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ചട്ടിനെയും മയക്കി ചട്ടിയിൽ എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാം. ഇത്രയും പെട്ടെന്ന് ആരെങ്കിലും മയക്കാൻ പറ്റുമോ അല്ലേ? ചട്ടി അല്ലാണ്ട് ആരും ഇത്രയും പെട്ടെന്ന് മയങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളി കത്തിച്ചിട്ട് ചട്ടി മയക്കാൻ പാടില്ല. അപ്പോൾ ഒരു കൊള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആ ഒരു ചെറുതീ കടന്നിട്ട് അതങ്ങനെ മയങ്ങി കിട്ടണം. അപ്പം നമ്മളിതുപോലെ പൊടിയണിയിലയിൽ ഗോതമ്പ് പൊടി നമ്മൾ അടയ്ക്ക് വേണ്ടി കുഴച്ച് വെച്ചതൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അതിനുശേഷം നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെ ഇങ്ങോട്ട് ഉരുക്കിയില്ല കേട്ടോ, ശർക്കര ഇങ്ങോട്ട് കുത്തി ഉടച്ചിട്ട് ആ ശർക്കരയിൽ തേങ്ങ ഇട്ട് അങ്ങോട്ട് കുഴച്ചു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കുക മാതിരി പൊടിയണിയിലേനെ ഇങ്ങനെ മടക്കുക. ഒരു പുറത്താണ് നമ്മളിങ്ങനെ തേങ്ങയും ശർക്കരയും കൂടെ കുഴച്ചിട്ട് തേച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കുമ്പോൾ അതിൽ സെറ്റായിക്കോളും. ഈ ടിപ്പൊക്കെ പറഞ്ഞു തന്നത് എഴുത്തിയമ്മയാണേ. ഞാൻ മുന്നേ കട ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇത് മൊത്തം ഇങ്ങനെ ശർക്കരയും തേങ്ങയും കൂടെ തേക്കുമായിരുന്നു. തേങ്ങ കുറച്ചും കൂടി വേണമായിരുന്നു കേട്ടോ, എന്നാലാണ് ആ ശർക്കരയ്ക്ക് അത് പാകമുള്ളൂ. തേങ്ങ ഉണ്ട് ഇപ്പം ആ ശർക്കര പാനിയിൽ പരഞ്ഞിട്ട് കാണാത്തതാണ്. എന്നാലും അത്യാവശ്യം ഞാൻ ശർക്കര ഉടച്ചിട്ടിട്ടുണ്ടേ. അതൊന്ന് നോർമലാവണമെങ്കിൽ ഒരു അരമുറി തേങ്ങയുടെ കുറവുണ്ടായിരുന്നു. നമുക്കിത് ഇഡ്ഡലി തട്ടിൽ അങ്ങോട്ട് വേവിച്ചെടുക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു മകനെ? സൂപ്പർ ആണോ? ഫുൾ മാർക്കാ? ഈ അട വേണം പറഞ്ഞിട്ട് ഞാനൊരു ഭാഗത്ത് ഇരുന്നിട്ടില്ല. 1-2 പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതുണ്ട്. പക്ഷെ മടി കാരണം കൊണ്ട് ഞാൻ എല്ലാ അടയും കൂടെ ഒരു ട്രിപ്പ് തന്നെ കുത്തി നിറച്ചിട്ടാണ് വേവിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം. ഹൈ ഫ്ലെയിമിൽ നിന്ന് നല്ലോണം തീ കമ്മിയാക്കി വെക്കണം, എന്നാൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. ചട്ടീനെ മയക്ക പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ആ വെള്ളം ഉണ്ടല്ലോ അതൊന്ന് തിളച്ചപ്പോൾ അതിൽ ഒരു കുണ്ടമ്പറ ചായപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത്രയൊന്നും ഇല്ല, ഒരു 5-6 സ്പൂൺ ഇട്ടു കേട്ടോ. ഇനി ആ ചായപ്പൊടി വെള്ളം അതിൽ കിടന്ന് തിളച്ച് വറ്റണം. അപ്പോഴാണ് ആ ചട്ടിയുടെ ഉള്ളൊക്കെ ആ ഒരു ചായപ്പൊടിയുടെയൊക്കെ ഒരു കൂട്ട് കളർ ഇങ്ങോട്ടാവും. അപ്പം ഞാനതിന് കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ ചട്ടിയുടെ എന്താ പറയുക അതിൻ്റെ ആ അറ്റത്തും തുമ്പത്തും ഒക്കെ ആക്കി കൊടുത്തതാണ്. ഇനി കൂട്ടാനൊക്കെ തിളച്ച് പോകുമ്പോഴത്തേക്കും ആ മണ്ണ് ചോവയൊന്നും കറിക്ക് ഇറങ്ങണ്ടെന്ന് ഓർത്തിട്ടേ. അപ്പോൾ തീ നല്ലോണം കത്തിയിരുന്നേ, അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഇത്തിരി പണി കിട്ടിയിട്ടുണ്ട്. കണ്ടോ ചട്ടിയുടെ നടുക്ക് ഇങ്ങനെ ഇത്തിരി ഒന്ന് വിണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളടുത്ത് വല്ലാണ്ട് തീ കത്തിക്കേണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇനിയിപ്പോൾ എൻ്റെ തീ കത്തിക്കൽ കൂടിയിട്ടാണോ അതോ ചിലപ്പോൾ ഒക്കെ ചില ചട്ടി പാത്രം അങ്ങനെ ആയിരിക്കുമല്ലോ, തീ ഒന്ന് കൊള്ളുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് വിള്ളില്ലേ. എന്തായാലും അങ്ങനെ വിണ്ടിട്ടുണ്ട്. പക്ഷെ ചായപ്പൊടി ഇട്ടിട്ട് അടുപ്പും കണ്ണിയിലുള്ള ചെറു തീയിൽ ഇങ്ങനെ വെച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഉള്ള ഒരു പ്രത്യേക നല്ലൊരു കളറായി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ തേച്ച് കൊടുത്തതാണ്. പക്ഷേ വെള്ളം ഇത്തിരി കിനിയുണ്ട്, ചെറുതായിട്ടുള്ള വിള്ളലല്ല തോന്നുന്നു. ഇനിയിപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ എന്താക്കാനാണ്,
എന്തായാലും അവിടെ ഇരിക്കട്ടെ, പുളിങ്ങാക്കുരു എന്തെങ്കിലും വറക്കാം. സങ്കടമൊന്നുമില്ല, നല്ല രീതിക്കുള്ള വിഷമമുണ്ട്. നമ്മുടെ അടപ്പാത്രത്തിന് നല്ലൊരു തള കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് കമ്മിയാക്കി. ഞാൻ ഈ ഒരു പാത്രത്തിൽ കൊണ്ട് നിറച്ചാക്കി വെച്ചിട്ടുണ്ട് അട, ഒരു ട്രിപ്പ് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം വേവണ്ടേ, മേലെ ഭാഗം നേരത്തേക്ക് വേവണ്ടേ. അപ്പം നമ്മൾ ചെറു തീയിൽ അങ്ങനെ വെക്കുക, കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങോട്ട് ആവട്ടെ. അത് ആ നേരം കൊണ്ട് ഞാനും ആദ്യം ചോറ് കഴിക്കട്ടെ. ഉണ്ണി ചോറ് കഴിക്കുക. ഉണക്കൽ കറിയും ഉണക്കൽ വറുത്തൊക്കെ കൂട്ടി ഞാനും ആദ്യം ചോറ് കഴിച്ചു. ഏട്ടൻ കഴിക്കാൻ വന്നിട്ടില്ല, വരാനാവണേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെ കഴിക്കലും തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അട വെന്തു. അതിന്റെ മുന്നേ വെന്തു, കഴിക്കൽ കഴിഞ്ഞതിന്റെ മുന്നേ ഒന്ന് വന്നു നോക്കിയപ്പോ തന്നെ മുക്കാഭാഗം വേവായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനതൊന്ന് തീയൊക്കെ ഓഫാക്കിയിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം അടച്ചു വെച്ചു. പിന്നെ തുറന്നു നോക്കിയാണ് കേട്ടോ. അപ്പൊ നല്ല രീതിക്ക് വെന്ത് നല്ല സോഫ്റ്റ് ആണ്. ഒരുപാട് അങ്ങ് വേവിച്ചു കഴിഞ്ഞാൽ ബലമായിരിക്കും, അപ്പൊ അതത്ര രുചി ഉണ്ടാവില്ല കഴിക്കാനേ. അപ്പം അതുപോലെ പാകത്തിന് വേവാക്കുമ്പോഴാണ് അട രുചി ഗുണം ഒക്കെ ഉള്ളതാവുക. അപ്പം അങ്ങനെ ഞാനും അരിയും കൂടെ ഓരോന്നിട്ട് അങ്ങോട്ട് കഴിച്ചു. ശർക്കരയൊക്കെ നല്ല രീതിക്ക് എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ ആ പുറം ഭാഗത്തേക്കും കൂടെ മധുരം പിടിച്ചിട്ടുണ്ട്. പക്ഷെ തേങ്ങയുടെ ഒരു ഇത്തിരി കമ്മി ഉണ്ടായിരുന്നേ. ഇത്തിരി കൂടെ തേങ്ങ ഉണ്ടെങ്കിൽ ഒന്നുകൂടി സ്വാദായേനെ. അതിപ്പോൾ എനിക്ക് ആ ശർക്കര കുത്തിങ്ങനെ വരിക, എനിക്ക് ഇത്രയും അങ്ങോട്ട് മധുരം ഇഷ്ടമല്ല, കുറച്ച് മധുരം കമ്മിയാവായിരുന്നു എന്ന് തോന്നി. തേങ്ങ ഉണ്ടെങ്കിൽ നോർമലായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുതിലേ എൻ്റെ അമ്മ ഉണ്ടല്ലോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടാക്കി തരും കേട്ടോ. നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും പുറത്തുനിന്ന് മേടിച്ചിട്ടില്ലെങ്കിലും അമ്മ പൊടിച്ചുണ്ടാക്കുന്ന പൊടികളും കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളാക്കി തരിക. പക്ഷെ ഉണ്ടല്ലോ എന്തുണ്ടാക്കിയാലും ഞങ്ങൾ 3 പേരും വയറരച്ച് കഴിക്കാണ്ട് അമ്മ ഒന്നുപോലും കഴിക്കില്ല, അങ്ങനെയായിരുന്നേ. പക്ഷെ ഞാൻ അമ്മമാരി എല്ലാം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഉണ്ടല്ലോ മക്കൾ വന്നവർ കഴിക്കാൻ വേണ്ടി കാക്കില്ല. മധുരമൊക്കെ കഴിച്ചപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. ഞാൻ ഈ ഒരു ഫ്രോക്ക് നൈറ്റ് ഇട്ട വ്ളോഗിൽ ആദ്യം തന്നെ ഇക്കാര്യങ്ങൾ പറയണമെന്ന് ഓർത്താണ്, മറന്നുപോയി. പതിവ് പോലെ തന്നെ കഴിഞ്ഞ എൻ്റെ വ്ളോഗ് കണ്ടവർക്കറിയാം, ഞാനും ആദ്യം കൂടെ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് അവൻ എന്നെ വീഡിയോയും ഷോർട്സൊക്കെ എടുക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ കൊളാബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ചെപ്പശ്ശേരിയിലുള്ള വസ്ത്ര ക്ലോത്തിങ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഫ്രോക്ക് നൈറ്റൊക്കെ. ഇത് മാത്രമല്ല വേറെ ഒരു കൂട്ട് ഡ്രസ്സ് ഉണ്ട്, വേറെ ഒരു കൂട്ട് ഫ്രോക്ക് നൈറ്റിൻ്റെ, പിന്നെ ഒരു ചുരിദാർ ഉണ്ട്. ഷോർട്സിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഈ ഡ്രസ്സുകൾ. ഈ ഫ്രോക്ക് നൈറ്റുകൾ ഉണ്ടല്ലോ കാണാനുള്ള ചന്തന്മാരി തന്നെയാണ്. ഉപയോഗിക്കുന്നവർക്കൊരു തൃപ്തി ഉണ്ടാവില്ല. ചിലതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറുകി പിടിച്ചിട്ടാണേലും അല്ലെങ്കിൽ നെക്ക് ഇറക്കാധികമാണ്, കൈ പൊക്കി, അങ്ങനെ ഇങ്ങനെ 100,000 കംപ്ലൈന്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വീട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സുകളാകുമ്പോൾ ഇത്തിരി ലൂസും വേണം, എന്നാൽ ഇട്ടാൽ ഒരു ഷേപ്പും ഭംഗിയൊക്കെ വേണം. അപ്പോൾ ആ വിധം എല്ലാം ഉള്ളതാണ് ഈ ഫ്രോക്ക് നൈറ്റുകൾ. ഷേപ്പ് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, മേടിച്ചു കൊണ്ടുവന്നേയും പാട് ഇട്ട് നോക്കിയാണ്. കറക്റ്റ് എൻ്റെ അളവെടുത്ത മാതിരിയായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ അളവൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇതിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ ഒരു വള്ളിയുള്ള കാരണം കൊണ്ട് നമുക്കതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാം, ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ. അപ്പോൾ ഏത് വണ്ണമുള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും ഒക്കെ യൂസ് ആക്കാൻ പറ്റും ഇതുപോലെയുള്ള ഫ്രോക്ക് നൈറ്റുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആ ഒരു പേജുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യാം. ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ആ കുട്ടിയെടുത്ത് കമൻറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവളെ കോൺടാക്ട് ചെയ്താൽ മതി. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഓർഡർ ആക്കി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തും. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് മേടിക്കാം. ഇത് ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടുകാരാണ്, നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, വേറെ ഒരു പ്രശ്നങ്ങളും ഒന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റുകൾ മാത്രമല്ല കേട്ടോ, ഏതെങ്കിലും മെറ്റീരിയൽ കാണിച്ചു കൊടുത്തിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടച്ചാൽ അത് ആളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതുമാതിരി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അടിച്ചു തരും. അവിടെ അതിൽ തന്നെ കുറേ അധികം മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതല്ലാണ്ട് നിങ്ങൾ ആളെടുത്ത് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആളുമായിട്ട് സംസാരിച്ചാൽ മതി. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളും കൂടിയാണ് കേട്ടോ. ഈ ചെറുപ്പശ്ശേരി ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത്തിരി കൂടി മുൻഗണനയുണ്ട്. എന്ന് വെച്ചാൽ പോസ്റ്റ് വഴി നമ്മുടെ വീട്ടിലെത്താനൊന്നും വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ ഓർഡർ ആക്കി കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന ദൂരത്തൊക്കെ ആള് തന്നെ കൊണ്ടുത്തരും. അതൊരു വലിയ ബെനിഫിറ്റ് ആണല്ലേ. സാധാരണ നമ്മളൊരു ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അത് ഓർഡർ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് കൊറിയർ വരുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ചെറുപ്പശ്ശേരി ഏരിയക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. രഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് ഡ്രസ്സുകൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ മെസ്സേജ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് സാധനം അവൾ എത്തിക്കും. അവൾ ഫ്രീ ആണെങ്കിൽ. അത്രയും അടുത്താണ് ചെറുപ്പശ്ശേരി വീട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് രഞ്ജുവായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ സുഖമാണ്, എളുപ്പമായിട്ട് നമുക്ക് മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റും.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഞാൻ എന്തായാലും ഈ വ്ളോഗിൻ്റെ ലാസ്റ്റ് നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് എടുത്ത എല്ലാ ഫോട്ടോസും ഇടാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാമല്ലോ എങ്ങനെ ഉണ്ട് എൻ്റെ ഫ്രോക്ക് നൈറ്റി എന്നുള്ളത്. നല്ല രീതിക്ക് ഇറക്കമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പം ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ അവളുമായിട്ട് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഇന്ത്യയിൽ ഒട്ടൊക്കെ എവിടെ വേണേലും ആളത് ഈ പറഞ്ഞിങ്ങോട്ട് കൊറിയറായിട്ട് എത്തിച്ചു തരുന്നതാണ്. പിന്നെ ചുരുങ്ങിയ റേറ്റേ ഉള്ളൂ, കാണാൻ നല്ല ഭംഗിയുണ്ട്, വിശ്വസിച്ച് നമുക്ക് ഓർഡർ ആക്കാം. ഇതിപ്പോൾ ചെർപ്പശ്ശേരിയിൽ തന്നെ ഉള്ള ഒരു സംഭവമാവുക കാരണം കൊണ്ട് എനിക്കാണേലും 100% നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും. നിങ്ങൾ ഏത് മെറ്റീരിയൽ കൊണ്ട് എങ്ങനെയൊക്കെ അടിച്ചു തരാൻ പറഞ്ഞാലും ആളത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനാക്കിയിട്ട് കൊറിയർ ചെയ്ത് തരും. കാരണം നമുക്ക് അറിയാത്ത ഒരാൾക്കാരല്ല, നമ്മുടെ നാട്ടിലും കൂടെ ഉള്ള ഒരു സംഭവമാണല്ലോ. എനിക്ക് ഈ ഫ്രോക്ക് നൈറ്റികളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഫ്രോക്ക് നൈറ്റിയേക്കാളും എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയൊരു ഡ്രസ്സ് ഉണ്ട്. ഞാനത് ഇട്ടിട്ട് ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടോപ്പ്, ഒരു മെറൂണും അതുപോലെ ഈ നെക്കിലേക്കൊരു ബ്ലാക്ക് പീസൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ ഈ മിറർ വർക്ക് ഉണ്ടാവില്ലേ, അതുമാതിരിയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എപ്പോഴും പറയണമാരുന്നെ ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയണം. ഏട്ടാ ചോറ് വയ്ക്കാവുന്നതാണ്. അതാണ് ഇങ്ങനെ കരബര വണ്ടിയുടെ ശബ്ദം. പിന്നെ അച്ചൂസ് എക്സാമിന് പോയി, ഇനി ആ ഉച്ചരിയും എത്തുമ്പോഴത്തേക്കും അത്രയൊക്കെയുള്ളൂ. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ബാക്കി എളുപ്പമുണ്ട്. അപ്പം ഞാൻ ഇനി അതൊക്കെ ചെയ്യട്ടെ. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നത് വരത്തേക്കും എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ.